പാലക്കാട് കടുവാ സെൻസസിന്റെ കാണാതായ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത്. സെൻസസിനിടെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് കാളിമുത്തുവിനെ കാണാതായിരുന്നു. RRT നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗൂഗിൾ കെ വേണുഗോപാൽ ഇപ്പോൾ പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് 3 പേരടങ്ങുന്ന സംഘം ഈ പറയുന്ന പ്രദേശത്ത് കടുവ സെൻസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അച്യുതൻ, കണ്ണൻ, കാളിമുത്തു എന്നിവരടങ്ങിയ സംഘമായിരുന്നു പോയത്. പിന്നീട് ഉച്ചയോടെയാണ് ഇവർ ഒരു കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയും ഇവർ 3 പേരും 3 വഴിക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് ഈ അച്യുതനും കണ്ണനും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ RRT സംഘം നടത്തിയ പരിശോധനയിലാണ് കാട്ടാനയുടെ അക്രമത്തിൽ കാളിമുത്തു കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പുതൂർ ബീറ്റ് ഫോറസ്റ്റ് അസിസ്റ്റന്റ് ഓഫീസറാണ് ഈ 48-കാരനായിട്ടുള്ള കാളിമുത്തു. ദേശീയ കടുവ കണക്കെടുപ്പിന്റെ ഭാഗമായിട്ട് രാജ്യഭാഗമായി ഇത്തരത്തിലുള്ള കണക്കുകൾ എടുക്കുന്നുണ്ട്. കാടിനകത്തു കയറിയിട്ടാണ് കടുവകളുടെ എണ്ണം പരിശോധിക്കുന്നത്. ഭക്ഷ്യാവശിഷ്ടങ്ങളും കാൽപ്പാടുകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ വന്യജീവികളുടെ അക്രമത്തിന് ഇരയാവുകയോ ഒക്കെ ചെയ്യുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായൊരു വാർത്ത കൂടി പാലക്കാട് പുതൂരിൽ നിന്ന് വരുന്നത്. പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് ഓഫീസർ കാളിമുത്തുവിനെയാണ് കാണാതായത്. ഇപ്പോൾ അദ്ദേഹത്തെ അട്ടപ്പാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അച്യുതന് നിസാരമായ പരിക്കേറ്റുണ്ട്. കാരണം കാട്ടാനയെ കണ്ട് ഓടുന്ന സമയത്ത് വീണ് പരിക്ക് പറ്റിയതാണ് എന്നാണ് അറിയുന്നത്. ഉന്മേഷ്, ശരി. ഗൂഗിൾ കെ വേണുഗോപാലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.